നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്റ്റേജിലേക്ക് പോയിട്ട് ശ്രീദേവി ഒരുങ്ങുമ്പത്തേനും ഇടയ്ക്കിലേക്ക് നന്ദൻ വരുവാണ്. നന്ദൻ വന്ന് ശ്രീദേവിയെ തടഞ്ഞു. ആ സമയത്ത് ലാലി സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ്. ആ സമയം ശ്രീദേവി പറഞ്ഞു, എന്റെ വഴിയിൽ നിന്ന് മാറാൻ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയാണ്ട്. പക്ഷെ നന്ദൻ വിട്ടില്ല. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നോക്കിയപ്പോ റെസ്റ്റോറൻറ്റിലെ മാനേജർ നിൽക്കുന്നു. ശ്രീദേവിക്ക് വല്ലാത്ത ടെൻഷനായി. എന്ത് ചെയ്യണം എന്നറിയില്ല. ആ വഴി പോകാനും പറ്റില്ല. ഇടയ്ക്ക് പെട്ടൊരവസ്ഥയിൽ ശ്രീദേവി നിൽക്കുകയാണ്. ആ സമയം ലാലി സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകളോട് പറഞ്ഞു, ശ്രീകലെ അവള് പ്രശ്നം ഉണ്ടാക്കോ ദേവി, അവളെങ്ങാനും കയറി ചെന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു പറയോ, എനിക്കറിയില്ല ഉദയേട്ടാ, എനിക്ക് നല്ല ടെൻഷനാന്ന് പറയണം. ആ സമയത്ത് ലാലി അങ്ങനെ സ്റ്റേജിലേക്ക് ചെന്നു. ആ ധർമ്മൻ ബാലനോട് അതെ ബാലേട്ട, ഈ പൈസ കൊടുക്കാൻ പറയണം. ഞാനല്ല കൊടുക്കണ്ട, നീ തന്നെയോ കൊടുക്കണ്ടേന്ന് പറയണ. അങ്ങനെ ധർമ്മൻ ലാലിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുക. അപ്പോഴേക്കും ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായി. ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് മാനേജർ ചോദിച്ചു, അല്ല കുട്ടിയല്ലേ പോയി പൈസ വാങ്ങണ്ടേ, അതെന്താ കുട്ടി പോകാതിരുന്നേ, വേറൊരാളാണല്ലോ പോയിരിക്കുന്നേ. ആ സമയം നന്ദൻ ശ്രീദേവി ഒന്ന് നോക്കി. പിന്നീട് നന്ദൻ പറഞ്ഞു, ഓ ദുരഭിമാനമായിരിക്കും കാരണം, അതുകൊണ്ടാണ് സ്റ്റേജിലേക്ക് കയറി പോകത്തെന്ന്. ശ്രീദേവി ഒരു അന്താളിപ്പോടു കൂടി നന്ദനെ നോക്കുവാണ്. അതേ സമയത്ത് ലാലി പൈസ വാങ്ങിയിട്ട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് ചേട്ടാ, ഈ നന്ദിയും കടപ്പാടും എങ്ങനെ എനിക്ക് പ്രകടിപ്പിക്കണം എന്നറിയത്തില്ല. എന്നും എൻ്റെ പ്രാർത്ഥനയില് ദേ ചേട്ടനും കുടുംബം കാണുമെന്ന് പറയണം. ആ സമയത്ത് ഉദയഭാനു പറഞ്ഞു, ആ കൊള്ളാല, അവള് പൊളിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. സ്ത്രീകളെ പറഞ്ഞു, ഇച്ചിരി വിനയം കൂടുതലല്ലേ, അവളങ്ങ് തകർത്ത് അഭിനയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ബാലനോട് പറഞ്ഞു, സാറേ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. സാറെന്നോ? അതെ, എൻ്റെ പേര് ബാലൻ എന്നാ, എന്നെ ബാലേട്ടാന്ന് വിളിച്ചാൽ മതി. ശരി ബാലേട്ടാ, അന്നെങ്കിൽ ഇനി കാണാം, ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മന്റെ കാലൊക്കെ പിടിക്കുവാണ്. അതിനുശേഷമാണ് ലാലി അങ്ങോട്ട് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, ബാ ഉദയേട്ടാ, അവള് പണവും വാങ്ങിച്ചോണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉദയന്റെ കൈ പിടിച്ചോണ്ട് ലാലിയുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് വരുവാണ്. അതേ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായി. എന്റെ കൃഷ്ണ, നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയണ. അപ്പോഴേക്കും നന്ദൻ അങ്ങോട്ട് വന്നു. ഞാനാണ് കുട്ടിയുടെ വഴിയിൽ തടസ്സമായിട്ട് നിന്നല്ലേന്ന് ചോദിക്കണം. ആ സമയത്ത് ശ്രീദേവി ഇങ്ങനെ നന്ദനെ ഒന്ന് നോക്കുവാണ്. എന്നെ സംശയമല്ലേന്ന് ചോദിക്കുകയാണ്. 100 കൗരവരെ 5 പാണ്ഡവരോടൊപ്പം ചേർന്ന് നിന്ന് തോൽപ്പിച്ച ആളാണ്. അപ്പൊ അയാളെയാണോ കുട്ടി സംശയിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നല്ലോ. അല്ല, ഇങ്ങനെ ഭഗവാൻ കൃഷ്ണ അർജുനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കുട്ടിയോട് പറഞ്ഞെന്നുള്ളൂ, സംഭവാമി യുഗേ യുഗേ എന്നൊക്കെ പറയാണ്. ഒന്നും ശ്രീദേവിക്ക് മനസ്സിലായില്ല. അതും പറഞ്ഞിട്ട് നന്ദൻ അങ്ങോട്ട് പോകുമ്പോ തന്നെ ശ്രീദേവി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ഇയാൾ ഇത് എന്തൊക്കെയായി പറയണേ, എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. പിന്നീട് ലാലി ഉദയഭാനുവിന്റെ ശ്രീകലയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് ഉദയഭാനോട് ബാഗ് ഇങ്ങ് തരാൻ പറയാണ്. ബാഗൊക്കെ തരാം, അതിനു മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. നിനക്കിനി എന്ത് കണ്ടീഷൻ? ശ്രീകല പറഞ്ഞു, അവക്ക് കൊടുക്കാന്ന് പറഞ്ഞ 50,000 രൂപയും കൊടുത്തേക്കാൻ പറയണ. അതെ, 50,000 രൂപ എനിക്ക് പോരാ. അന്നൊരു ഉദയേട്ട, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടല്ലേ, ഒരു 5 10 കൂടെ കൂടുതൽ കൊടുത്തേരെ. 5 10 കൂടുതൽ കൊടുക്കാനായിട്ടാ? അതൊന്നും എനിക്ക് പോരാ. പിന്നെയോ എനിക്ക് 1,00,000 രൂപ വേണമെന്ന് പറയണം. 1,00,000 രൂപയോ? നീ ആള് കൊള്ളാലോടി. അതൊന്നും നടക്കില്ല, 50,000 രൂപ തരുവുള്ളൂ എന്ന് പറയണം. ആകെപ്പാടെ ഇതിനകത്ത് 1-1.5 ലക്ഷം രൂപയെ കാണത്തുള്ളൂ. അതിനിടയ്ക്ക് നിനക്ക് 1,00,000 രൂപ വേണമല്ലേ? പിന്നെ ഇതിനകത്ത് 3-4-5 ലക്ഷം രൂപ കാണും. മര്യാദയ്ക്ക് എനിക്ക് 1,00,000 രൂപ തന്നോണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? നിങ്ങൾ അധ്വാനിച്ച പൈസയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചോണ്ട് വന്നാ എനിക്ക് 1,00,000 രൂപ കിട്ടിയാൽ മതിയാവുള്ളൂ. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, ദേ വെറുതെ നീ കിടന്ന് കളിക്കരുത് എന്ന് പറഞ്ഞു. ലാലി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മര്യാദയ്ക്ക് ബാഗ് തരാനും പറഞ്ഞിട്ട് ബാഗ് പിടിച്ചു മേടിക്കുകയാണ് ശ്രീകല ഉദയഭാനും കൂടെ. അങ്ങനെ ബാഗ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ലാലി പറഞ്ഞു, നിങ്ങളെ കാണിച്ചു തരാന്ന് പറയണം. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, അവക്ക് കൊടുക്കാനുള്ള പൈസ 50,000 കൊടുത്തേക്ക്, ആ പ്രശ്നം അങ്ങോട്ട് ഒഴിവാക്കി തീർക്കാൻ പറയണം. അങ്ങനെ ഉദയഭാനും ബാഗ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് 1 രൂപ പോലും ഇല്ല. ബാഗൊക്കെ കുടഞ്ഞു നോക്കുവാണ്. എടി, ഇതിനകത്തെ പൈസ എന്തിയേ? എനിക്കറിയില്ല, നിങ്ങളുടെ കയ്യിലേക്കല്ലേ പൈസ ഏട്ടൻ വന്നേ. സത്യം പറഞ്ഞു, നീ അത് അടിച്ചു മാറ്റിയില്ലേ? ദേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, കള്ളത്തരം പറയുന്നോടും ചോദിച്ചു ഉദയഭാനു ലാലിയെ അടിക്കുവാണ്. വീണ്ടും അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനുന്റെ കയ്യിലേക്ക് ചെല്ലയ്യ വന്ന് പിടിക്കണം. എവിടാ എന്റെ പണം എവിടെയെന്ന് ചോദിക്കുവാണ്. അത് പിന്നെ ചെല്ലയ്യ പറഞ്ഞ് തീരുവല്ല, ഉദയഭാനുവിനെ എടുത്തിട്ടടിക്കുക. ലാലിയൊക്കെ അന്തം വിട്ട് നിൽക്കുക. ആ സമയത്ത് ശ്രീകല എന്ത് ചെയ്യണം, ഓടി മാറുവാണ്. ഈ അടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തനിക്കൂട്ട് കിട്ടിയാലോ എന്നൊരു പേടി കാരണമാണ് ശ്രീകല ഓടി മാറിപ്പോയി നിൽക്കുന്നേ. ആ സമയത്ത് ശ്രീകലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഉദയഭാനുവിന്റെ കൈയൊക്കെ പിടിച്ച് അവര് തിരിച്ചു വിടുന്നുണ്ട്. പിന്നീട് ശ്രീകലയാണെങ്കിൽ വല്ലാത്ത വിഷമത്തോടെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത്. ശ്രീദേവി എന്നിട്ട് എന്താ അമ്മ എന്തിനാ ഇവിടെ ഇരുന്ന് കരയണെന്ന് ചോദിക്കുക. അത് പിന്നെ ആ പലിശക്കാരൻ ചെല്ലയും കൂട്ടി നിന്റെ അച്ഛനെ പിടിച്ചോണ്ട് പോയ മോളേന്ന് പറയണ. പിടിച്ചോണ്ട് പോയെന്നോ? അതെ, പലിശ കൊടുക്കാഞ്ഞിട്ട് പിടിച്ചോണ്ട് പോയെന്ന് പറയണ. അല്ല,
അതിന് അച്ഛൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈസ കൊടുക്കാന്ന് പറഞ്ഞ പക്ഷേ എങ്കിൽ ആ ലാലി പറ്റിച്ചിട്ട് പോയില്ലേ, ആ ലാലി പൈസ അങ്ങോട്ട് പോയില്ലേന്ന് ചോദിക്കണം. ലാലിയോ? അത് പിന്നെ അത് പിന്നെ മോളെ ധർമ്മന്റെ കയ്യിൽ നിന്ന് പൈസ. അപ്പോഴേക്ക് ശ്രീദേവിക്ക് കാര്യം മനസ്സിലായി. ഓഹോ, അപ്പൊ അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നില്ലേ, അമ്മ അച്ഛനും കൂടെ ചേർന്ന് കളിച്ച നാടകമായിരുന്നില്ലേ. ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. എങ്ങനെ തോന്നി അമ്മ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? എന്റെ ജീവിതം വെച്ചാ നിങ്ങൾ കളിച്ചോണ്ടിരുന്നേ, നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ. ഇന്നത്തെ ഒരു ദിവസം അവിടെ കഴിഞ്ഞാൽ നാളെ കല്യാണം കഴിയുമ്പം എന്നോട് വീട് വിട്ട് ഇറങ്ങിക്കോണമെന്നാണ് ആനന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അത് അമ്മയും അച്ഛനും കൂടെ കേട്ടല്ലേ, വീണ്ടും എന്റെ ജീവിതം വെച്ച് കളിച്ചോണ്ടിരിക്കുമല്ലേ. നിങ്ങൾക്ക് നാണമില്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രസവിച്ചു തന്നെയാണോ ഞാൻ? എനിക്കിപ്പം നിങ്ങൾ ഓർത്ത് ലജ്ജ തോന്നുന്നു. കാരണം ഇങ്ങനെ അച്ഛന്റെ അമ്മയുടെ മോളായിട്ട് ഞാൻ ജനിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. ശ്രീകല പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ മോളെ. എന്ത് പറയാനമ്മേ? അത് പിന്നെ നിന്റെ അച്ഛന്റെ കഷ്ടപ്പാട് കണ്ടില്ലേ. അച്ഛന് പൈസ കൊടുക്കണ്ടേ, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. ദേ, അച്ഛൻ എന്തിനാ ഇങ്ങനെ കടം വലിച്ചു വെച്ചേ? അത് കടം മേടിച്ചു വെച്ച് നിനക്കറിയാലോ, നമുക്ക് വേണ്ടിട്ടല്ലേ. നമുക്ക് വേണ്ടിട്ടോ? എന്തിനാ? എന്റെ കാര്യത്തിന് വേണ്ടിട്ടോ അതോ വിദ്യയുടെ കാര്യത്തിന് വേണ്ടിട്ടോ? വിദ്യയുടെ പഠിപ്പിന് വേണ്ടിട്ടാണോ? അല്ലല്ലോ. ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിട്ടാണോ? കുടുംബത്തിൽ ഇന്ന് വരെ നല്ലൊരു ആഹാരം കഴിച്ചിട്ടുണ്ടോ? വാടക പോലും നേരെ ചൊവ്വേ കൊടുത്തിട്ടില്ല. പിന്നെ അച്ഛൻ ഈ പൈസയൊക്കെ പലിശയ്ക്ക് മേടിച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അത് കേട്ട് ഇനിയിപ്പോ ശ്രീകല വന്നിട്ട് പറഞ്ഞു, അത് മോളെ നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട്, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഓഹോ, ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടെ കല്യാണം നടത്തിയിട്ട് എന്ത് നേടി? അമ്മയച്ഛനും കൂടെ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായോ? ഇല്ല, ഞാൻ അന്നേ കയ്യെ കാലെ പിടിച്ചു പറഞ്ഞല്ലേ വേണ്ടാന്ന്. എന്നിട്ടോ ഒടുവിൽ എന്തായി? എന്റെ ജീവൻ നശിപ്പിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ. ശരിക്കും പറഞ്ഞാല് എനിക്കിങ്ങനെ ജീവിതത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തെ വഞ്ചിച്ചോണ്ട് അങ്ങോട്ട് കയറി പോണ്ടെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞ, പക്ഷെ നിങ്ങൾ ആരും അത് കേട്ടില്ല. ഇപ്പൊ എന്റെ ജീവിതം എന്തായിരുന്നു, അച്ഛൻ കടക്കാനുമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് വിങ്ങിപ്പെട്ട് കരയാണ്. ആ സമയം ശ്രീകല പറഞ്ഞു, ദൈവമേ, ഉദയണ്ണൻ എന്ത് സംഭവിച്ചാവോ? ഉദയണ്ണനെ അവര് കൊണ്ടേ കൊന്നു കളഞ്ഞൊന്നും അറിയത്തില്ലോ. അപ്പോഴേക്കും നന്ദൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, കൊന്നു കളഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണം. അത് കേട്ടപ്പോ ശ്രീകലയും കൊണ്ട് ഞെട്ടലോട് കൂടിയിട്ട് നന്ദനെ നോക്കുവാണ്. അതിനുശേഷം നന്ദൻ പറഞ്ഞു, അതെ, ഉദയഭാനു സാറ് നാളെ വരൂന്ന് പറയണേ. നാളെ വരുമോ? അപ്പൊ അച്ഛൻ എവിടെയാന്ന് നിനക്ക് അറിയാവുന്ന ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, അതെ, ഉദയഭാനു സാറ് അത്യാഗ്രഹത്തിന്റെ വഴിയെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കർമ്മഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകല പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക. അതൊക്കെ മനസ്സിലാക്കിയോളും. കുറച്ചൊക്കെ കർമ്മഫലം അനുഭവിക്കണ്ടേ, അത് ചെല്ലയ വഴി കിട്ടിക്കൊണ്ടിരിക്കുക. നാളെ എന്തായാലും വരും. പിന്നെ വന്ന് കഴിയുമ്പം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, അല്ല, എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അതൊക്കെ പറഞ്ഞിട്ട് നന്ദന് സംഭവാമി യുഗേ എന്നൊക്കെ പറഞ്ഞ് നന്ദൻ അങ്ങോട്ട് പോയി. ശ്രീദേവി ഇങ്ങനെ അന്താളിപ്പോടുകൂടി നന്ദനെ നോക്കുകയാണ്. ഇപ്പൊ എവിടെ തിരിഞ്ഞാലും തന്റെ മുന്നിലേക്ക് നന്ദൻ വരുന്നുണ്ട്. പക്ഷെ അയാൾ ആരാ എന്താ ഏതാണെന്നും അറിയത്തില്ല. കുറച്ച് തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആ തത്വങ്ങളാണ് ഒട്ടും മനസ്സിലാവുന്നില്ല. ആ സമയം അലോ ഇങ്ങനെ അനുസരിക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ഇത്തിരി സമയം കഴിഞ്ഞപ്പോ അനു അങ്ങോട്ട് വന്നു. അനുസരി വന്നിട്ട് ചോദിച്ചു, എന്താ അലോക് എന്നെ വിളിച്ചെന്ന് ചോദിക്കുക. എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞാലേ നീ വരത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയണം. അത് കേട്ടപ്പോ അനു പറഞ്ഞു, ദേ അലോകെ, ഇങ്ങനൊന്നും പറയരുത് കേട്ടോ. ഞാൻ എത്ര പേരുടെ കണ്ണുപിടിച്ച് ഇങ്ങോട്ട് വന്നേന്നറിയോ? അവ ഇപ്പൊ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അല്ല, ചുമ്മാ ഇങ്ങനെ വിളിച്ച് ഇവിടെ ഇങ്ങനെ നമ്മൾ മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും കണ്ടാൽ അതോടുകൂടി തീർന്നു. നീ ഒന്ന് ടെൻഷൻ അടിക്കാതെ മനസ്സിലായി. നമ്മൾ ഇവിടെ ഒന്ന് സംസാരിക്കുന്ന കണ്ടല്ലേ പ്രശ്നമുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് റൈഡൊക്കെ പോയി ഒന്ന് ചില്ലായിട്ട് തിരികെ വരാം. അപ്പൊ പ്രശ്നമില്ലല്ലോ. ദേ അലോകെ, ഇങ്ങനൊന്നും പറയരുതോ, അത് ഈ സമയത്ത്. പിന്നെ എന്ത് ചെയ്യണം? നീ എൻ്റെ കൂടെ വരണമെന്ന് പറയണം. അതൊന്നും പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയണം. ധനശ്രീ, എന്നോട് അപ്പൊ വരണം, നമുക്ക് പോയി ഒന്ന് സംസാരിച്ച് തിരിച്ചു വരാന്നേ. വേണ്ട, അതൊന്നും നടക്കുന്ന കാര്യമില്ല, അതൊന്നും പറ്റില്ല. അതും ഈ സമയത്ത് ആകെപ്പാടെ പ്രശ്നമാവും അലോകെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അലോക പറഞ്ഞു, ഓഹോ, അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ? വേണ്ട, വിശ്വാസമില്ലേ, നീ പൊയ്ക്കോളാൻ പറയണം. അലോക എന്ത് വർത്താനം അലോക പറയണേ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. അപ്പോഴേക്കും അലോക പറഞ്ഞു, എന്നെ വിശ്വാസമുണ്ട്, നീ എന്നോടൊപ്പം റൈഡിന് വരും. ബൈക്കിൽ റൈഡിന് വന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് തിരികെ വരാന്ന് പറയണം. അനുശ്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അനുശ്രീ ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിരിക്കുക. പോയില്ലെങ്കിൽ അലോകിന് വിഷമമാവും, പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.